ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തേങ്ങാച്ചോറും അതുപോലെ തന്നെ വറുത്തരച്ച കോഴിക്കറിയും എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ മലപ്പുറം ഭാഗത്ത് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറും കറിയാണ് കേട്ടോ. അത് പഴയ കാലത്തെ ഒരു എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയായിരുന്നു ഇത്. ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിഷും കൂടിയാണിത്. നമുക്ക് ആദ്യം തേങ്ങാച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് നമ്മൾ അരി കഴുകി വെച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കുക. അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം വാർത്തിട്ടാണ് നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ചോറ് വെക്കണ അരി തന്നെയാണ് കേട്ടോ. ഇതിലേക്കൊരു 10-12 ചെറിയ ഉള്ളിയാണ്, അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അരിക്കനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങന്റെ അളവൊക്കെ കൂട്ടി കൊടുക്കുക, അതുപോലെ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമുക്ക് തിളച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളെ തേങ്ങയും ഉള്ളിയും അരിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് അരിക്ക് വെള്ളത്തിന്റെ കണക്കില്ല. നമ്മുടെ കൈ വെച്ച് നോക്കുമ്പോൾ കൈയിന്റെ ഈ ഭാഗത്തിന്റെ അത്ര അരിന്റെ മേളിൽ വെള്ളം നിൽക്കണം എന്നാണ് ഉമ്മാരൊക്കെ പറയാറുള്ളത്. ഞാൻ അതുപോലെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഉമ്മാരൊക്കെ പറഞ്ഞ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് ഒന്ന് തിളക്കോളം അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഒരു പാനിക്ക്. നമ്മൾ ഉണ്ടാക്കുന്ന വറുത്തരച്ച കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ ചോറാവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് കറി റെഡിയാവും. അപ്പോൾ ഇതിലേക്ക് ഒരു 4 അല്ലി ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ. വലിയ ജീരകമാണ് കേട്ടോ. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നല്ലോണം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. നല്ലപോലെ വറുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നമ്മൾ അരക്കണ സമയത്ത് ഒരു കൊഴുപ്പുണ്ടാവില്ല തേങ്ങക്ക്. അപ്പോൾ നമുക്ക് ആ വറുത്തൊരു ടേസ്റ്റും വേണം, എന്നാല് കറി നന്നായിട്ട് കൊഴുപ്പായിട്ടിരിക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത്രയും മതി, നമുക്ക് ഇത്ര വറുത്തെടുത്താൽ മതി. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും തേങ്ങ. നമുക്ക് രണ്ടും ഓരോ അടുപ്പത്ത് വെച്ചിട്ട് രണ്ടും ചെയ്യണമെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ചോറും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ചോറ് തിളച്ചിട്ടുണ്ട് നമ്മുടെ. അപ്പൊ ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ടാണ് ഇനി വെക്കേണ്ടത്. അപ്പൊ തിളക്കോളം നമ്മൾ നല്ല തീ തന്നെ വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വെച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ വേഗം വെള്ളം അങ്ങോട്ട് വറ്റും പെട്ടെന്ന്, നമ്മുടെ അരി വേവൂല. അതുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലാക്കിയിട്ട് ഇട്ടുകൊടുക്കുക. ഇനി ഇത് നമുക്കൊന്നുകൂടെ അടിച്ചിട്ട് വെക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ വറുത്തത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാന്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ കറി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വളരെ കുറച്ചാണ് ചിക്കന് പീസസ് ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ഉള്ളിൻ്റെയും ഇതിന്റെ കളവ് വ്യത്യാസം വരുത്തുക. അപ്പൊ ഞാന് ഒരു ചിക്കന്റെ ബ്രസ്റ്റ് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലിന്റെ പീസസുകളൊക്കെയാണ് ഇതിൽ ഇടുന്നത്.
അപ്പൊ എപ്പോഴും കറി വെക്കുമ്പോ കറിക്ക് അങ്ങനെ എല്ല് പീസസുകളൊക്കെ ഇടും, മറ്റത് ഫ്രൈ ചെയ്യാൻ മാറ്റി വെക്കും. അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കറിയിലത്തെ കഷ്ണങ്ങൾ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ കറിയിൽ കുറച്ച് കഷ്ണങ്ങൾ ഇടും, ബാക്കി ഫ്രൈ ചെയ്യും. അപ്പൊ നമ്മള് ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട് ഞാന്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ ഞാന്. ഇത് അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുളകിന്റെ അളവ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. നല്ല എരിവ് വേണ്ടവർക്ക് നല്ല മുളകൊക്കെ ഇടാം, എരിവൊട്ടും വേണ്ടാത്തവർക്ക് മുളക് കുറക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ മസാലപ്പൊടികൾ ചേർക്കേണ്ട സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. തീ കൂട്ടിയിട്ട് മസാലപ്പൊടികൾ ഒരിക്കലും ചേർക്കരുത് കേട്ടോ, ഏത് കറിയാണെങ്കിലും. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്തരച്ച കറിക്ക് എപ്പോഴും മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്. അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇനി ആരെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. നമ്മുടെ മസാലപ്പൊടിന്റെ ഒരു പച്ചമണക്ക് മാറോളൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് ഞാന്. വളരെ കുറച്ചാണ് ഗരം മസാല ചേർത്തിട്ടുള്ളത്. ഗരം മസാലന്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണമെങ്കിൽ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഫ്ലേവറും ബാലൻസ് ആയി നിന്നെങ്കിൽ മാത്രമേ ആ ഒരു കറിന്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചിക്കന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, നേരത്തെ ഉള്ളി വഴറ്റിയ സമയത്തും ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ മസാലകൾ ചേർത്തപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമുക്ക് ചിക്കൻ ഇടുന്ന സമയത്ത് തീ കൂട്ടിയിട്ട് തന്നെ വെക്കുക. ഇതിലേക്ക് ചിക്കൻക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കനിൽ അധികം കുക്കറിൽ വെക്കുന്ന സമയത്ത് ചിക്കനിൽ അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിനും വെള്ളം വരും, അപ്പൊ അത്രയും വെള്ളം മതി നമുക്ക്. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കാട്ടോ, ഉപ്പൊക്കെ ബാലൻസ് ആണോ എന്നൊക്കെ നോക്കുക, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളൊരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുക്കറിന്റെ അടപ്പൊന്ന് തുറക്കാം. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ അരച്ചത് ഒഴിക്കണം. അപ്പൊ നന്നായിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പൊ അതിന്റെ ഞാൻ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ തിള വന്നിട്ടുണ്ട് നമ്മുടേത്. ഇനി നമുക്ക് ഇതിക്ക് താളിച്ച് വയ്ക്കേണ്ട ഒരു ഇതും കൂടെ ബാക്കിയുള്ളൂ. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിക്ക് നമുക്ക് ഉള്ളി താളിച്ച് വയ്ക്കണം.
ചെറിയ തീയിലിട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, പൊറോട്ടൻ്റെ, പത്തിരിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നൈസ് പത്തിരിൻ്റെ ഒക്കെ കൂടെ നല്ലതാട്ടോ ഈ കറി. അപ്പോൾ നിങ്ങൾ ഈ കറി എന്തിൻ്റെ കൂടെ വേണേലും നിങ്ങൾക്ക് കഴിക്കാം, അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ. ഇതിക്ക് ഞാൻ ഉള്ളി താളിച്ചതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിക്ക് കറിവേപ്പില നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇപ്പോൾ കൊണ്ടുവന്ന ചെല്ലി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കറി വെക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ചോറ്. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങാച്ചോറിൻ്റെ ഇറച്ചിക്കറിൻ്റെ സ്മെല്ല്. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ കഴിക്കാനും തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾ ചെയ്യും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പോൾ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.